11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ താപനില മുന്നറിയിപ്പ് തുടരും. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ബുധനാഴ്ചയോടെ വേനൽ മഴ സജീവമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ. പ്രതീക്ഷ, വേനൽ മഴ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യാപകമായി ഒന്ന് നാട് തണുക്കത്തക്ക രീതിയിൽ പെയ്യും എന്ന് പ്രതീക്ഷിക്കാവോ ബുധനാഴ്ചയോടെ? ബുധനാഴ്ചയോടെ വേനൽമഴ ശക്തമാകുമെന്നതാണ് ഹാഷ്മി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വരെ നിലവിലെ ഉയർന്ന താപനില തുടരുമെന്നും ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഈ പാലക്കാട്, തൃശൂർ, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലാണ് പ്രധാനമായും താപനില ഉയരാനുള്ള സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം പ്രകാരം പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഈ വരും ദിവസങ്ങളിൽ ഉയരുമെന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉഷ്ണതരംഗ സാധ്യത ഒന്നും തന്നെ നിലവിലില്ല. പക്ഷേ ഉയർന്ന താപനില എല്ലാ ജില്ലകളിലും ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഈ 8-ാം തീയതി മുതൽ സംസ്ഥാനത്ത് വേനൽമഴ സജീവമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. 8-ാം തീയതി എറണാകുളം ജില്ലയിൽ ഇതിന് മഴ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. വ്യാഴാഴ്ച വയനാട് ജില്ലയിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എന്തായാലും കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചന പ്രകാരം ഈ കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്രയും വേഗം എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, ബുധനാഴ്ചയോടെ വേനൽമഴ കുറച്ചുകൂടി സജീവമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ സജീവമാകട്ടെ, ഈ ചൂടൊന്ന് മാറി തണുക്കട്ടെ അല്ലേ?